കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ തൊഴാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പനെ ഇതെന്താണ് കളഭം കൊണ്ടുള്ള അലങ്കരിച്ചിട്ടുള്ളത്? ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആരായിട്ടാണ് അവതാരം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നോക്കാനുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോവാം. ആദ്യം തന്നെ ഗണപതിയുടെ പോയിട്ട് തൊഴാം. ഗണപതിയുടെ അടുത്തുനിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഗോപുരനടയിൽ കൂടെ അകത്തേക്ക് കിടക്കാം. അങ്ങനെ വരുമ്പോൾ വാതിൽപ്പടിയുടെ അവിടെ എത്തി വാതിൽപ്പടിയുടെ അവിടെ നിന്ന് നേരെ അകത്തേക്ക് നോക്കുക. അപ്പം തന്നെ ആ ശ്രീലകത്തെ ആ ഒരു ദീപപ്രഭ ഇങ്ങനെ പുറത്തേക്ക് കാണാനുണ്ട്. നമുക്ക് ആ വേൽപ്പത്തൂരിൻ്റെ അവിടേക്കൊന്ന് നോക്കിയിട്ട് സ്മരിക്കാം. അതുപോലെ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തോടൊന്ന് നോക്കിയിട്ട് സ്മരിക്കാം. അങ്ങനെ നമ്മൾ ആ കിഴക്കേ വഴിയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഭഗവാന്റെ കാല് ഇങ്ങനെ കാണാം. കാലിങ്ങനെ കാണുമ്പോൾ കാൽത്തളകളിട്ട കാലുകൾ കാണാനുണ്ട്. രണ്ട് കാലിൻ്റെ കാൽത്തളകൾ കാണുന്നു. ഇത് ഗരുഡൻ്റെ പുറത്താണ് കേട്ടോ. ഒരു ഗരുഡനെ കാണാണ്ട് കഴുത്തിൽ കളഭം കൊണ്ടാണ് ഗരുഡനെ ഉണ്ടാക്കിയിട്ട് കഴുത്തിൽ ചുവന്ന പട്ട് കൊണ്ട് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയിട്ട് മാല പോലെ നന്നായിട്ട് നല്ല രസമായിട്ടുള്ള അലങ്കാരം കേട്ടോ. അതിനപ്പുറം മേലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഭഗവാന്റെ കൈകളൊക്കെ ഒക്കെ കാണുന്നു. കൈവളകളൊക്കെ ഇട്ടിട്ടുള്ള കാഴ്ച ഇങ്ങനെ കാണുന്നു. നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ഇന്ന് കണ്ണൻ ഉണ്ണിക്കണ്ണൻ ആ ശ്രീലകത്തിരിക്കുന്നത്. അങ്ങനെ താഴത്തേക്ക് നോക്കിയാൽ നമ്മളെ ആനക്കുട്ടനെ കാണാണ്ട് ഗജേന്ദ്രമോക്ഷമാണ്. ഗജേന്ദ്രൻ ആ തുമ്പിക്കൈയിലിങ്ങനെ ആ ഒരു താമര അങ്ങനെ ഉയർത്തിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോകുന്ന ആ ഒരു ഇതിൽ ആണ് ഇന്നത്തെ ചാർത്ത. ഗജേന്ദ്രമോക്ഷമാണ്. ഗരുഡാരൂഢനായിട്ട് വന്ന് ഭഗവാൻ ഗജേന്ദ്രന് മോക്ഷം കൊടുക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇന്ന് ശ്രീലകത്ത് കാണാനുള്ളത്. വളരെ സുന്ദരമായിട്ട് ആ കളമച്ചാർത്ത് ചാർത്തിയിട്ടുണ്ട്, അതിമനോഹരമായിട്ട്. ആ ഗരുഡനെ അതേപോലെ ഗജേന്ദ്രനെ ഒക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. കണ്ണൻ്റെ കഴുത്തിലേക്ക് നോക്കിയാൽ വളയം പോലത്തെ മാല ഉണ്ട്. പിന്നെ ഗോപി തിലകങ്ങൾ കൊണ്ട് ഉള്ള ഒരു മാല ഉണ്ട് ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ സ്വർണ്ണ വിളക്കിൽ നിന്നുള്ള ആ പ്രകാശവും ഈ സ്വർണത്തിൻ്റെ പ്രകാശവും ഒക്കെ പാടങ്ങനെ ശ്രീകോവിലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മാതിരിയാണ് പ്രകാശം. ഇതാരും കണ്ടില്ല എന്നൊന്നും പറയില്ല. അത്രയ്ക്കും വളരെ കേമമായിട്ടുള്ള ചാർത്താണ്, നന്നായിട്ടുള്ള ചാർത്താണ്. അപ്പോൾ കണ്ടിങ്ങനെ നോക്കുക. പിന്നെ നല്ല മാല ചാർത്തിയിട്ടുണ്ട്. തെച്ചി തുളസിയായിട്ടുള്ള മാല ഉണ്ട്. തെച്ചിയും തുളസി താമരയായിട്ടുള്ളൊരു മാല ഉണ്ട്. അങ്ങനെ രണ്ട് മാലകൾ ഉണ്ട്. തിരുമുടി കെട്ടിയിട്ടുണ്ട്, തിരുമുടി മാല ഉണ്ട്. അങ്ങനെ പിന്നെ വിധാനമായിട്ട് 2-4 തുളസി മാലകൾ മുകളിൽ ഇങ്ങനെ ഉണ്ട്. വളരെ നന്നായിട്ടുള്ളൊരു ചാർത്താണ്, കളമച്ചാർത്താണ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കുക. എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിന് മുന്നിലാണ് ആ ഗുരുവായൂരപ്പനെ കാണുകയാണ് എന്നുള്ള ചിന്തയിൽ അങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ മനോമുഖരത്തിൽ അത് തെളിയും. ആ ഗുരുവായൂരപ്പൻ്റെ ഗരുഡാരൂഢനായിട്ടുള്ള ഗജേന്ദ്രമോക്ഷം നൽകുന്ന ആ രൂപം നമ്മളിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരും കാണുക, തൊഴുക. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അവിടുന്ന് ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി തിടപ്പള്ളിയിലേക്കൊന്ന് നോക്കി തൊഴുതു. അത് കഴിഞ്ഞ് നേരെ സപ്തമാതാക്കളെ അവിടെയൊക്കെ ഒന്ന് നോക്കി തൊഴുത് നേരെ ഗണേശൻ്റെ അവിടത്തേക്ക് വരിക. ഗണേശൻ്റെ അവിടെയൊക്കെ അങ്ങനെ വന്ന് തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ വിഘ്നേശ്വരനെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഇപ്പുറത്തേക്ക് നോക്കിയാൽ സരസ്വതി ദേവീനെ കാണാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് വീണ്ടും ആ വിഘ്നേശ്വരനെ
അതുപോലെ ദശാവതാര രൂപങ്ങൾ, മത്സ്യകൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള ആ രൂപങ്ങൾ അവിടെ മേൽശാന്തിനെ ഇരിക്കുന്നത് ഒറ്റ കാണാം. മേൽശാന്തിന് അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. നിറയെ തുളസിപ്പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്നുണ്ട് അവിടെ. ആ ലക്ഷ്മി വിളക്കിൽ നിറയെ എണ്ണ ഉണ്ട്. അപ്പോൾ നല്ല ദീപ ഇങ്ങനെ പ്രോജ്വലനാണ്. കണ്ട് തൊഴുത് പുറകിലേക്ക് ശ്രീകോവിലിൻ്റെ പുറകിലൊന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. എന്നിട്ട് ബാക്കിയുള്ള ആ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതുപോലെ ആ കണ്ണനെ കാണാം. കണ്ണന് മാല ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ ആ മുരുകനെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയെ കാണാം. അവിടെ നിന്ന് ധാരാളം കുങ്കുമം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. കണ്ട് വന്ന് രാധാകൃഷ്ണ വിഗ്രഹവും ഒക്കെ കണ്ട് ഓവിൻ്റെ അവിടെ എത്തിയിട്ട് ഓവിൻ്റെ അവിടെ നിന്ന് നിന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ ആ ഗ്രില്ലിനപ്പുറത്തേക്ക് കിടക്കാം. അവിടെ നിന്ന് നമ്മൾ താമരക്കണ്ണനെ കാണാം. കൽപ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ ആ മണിക്കിണർ കാണാം. അതേപോലെ നമ്മുടെ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്ന ആ നൃത്ത റേലിക്ക് നോക്കിയാൽ കിടാവിളക്ക് ഇങ്ങനെ കത്തിയിരിക്കുന്നത് കാണാം. അങ്ങനെ അവിടെ നമ്മുടെ ഉണ്ണി നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ആ കുറൂരമ്മേരി നാരദരിയൊക്കെ കണ്ടിങ്ങനെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരാം. എന്നിട്ട് ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ ഇടത്തരികത്ത് കാവിൽ അമ്മയുടെ അടുത്തേക്ക് വരാം. ഇനിയിപ്പോൾ പിള്ളേർ താലപ്പൊലിയൊക്കെയാണ്. രാത്രിയൊക്കെ ഭഗവതി പുറത്തെഴുന്നള്ളിപ്പാണ് ഇപ്പോൾ ദിവസമുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായുള്ള കാഴ്ചകളാണ്. വരുന്ന ആളുകളൊക്കെ സൗകര്യം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. വൈകുന്നേരം തൃപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ ഉണ്ടാവുക. നമ്മളെ ഗുരുവായൂരപ്പൻ്റെ നടയിലൂടെയാണ് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുക. അതൊക്കെ നല്ല കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് ഭഗവതിയെ കാണാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ ഭഗവതിയെ കണ്ട് തൊഴുത് ആ മമ്മിയൂരപ്പൻ്റെ അവിടേക്ക് നോക്കി തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് മദ്ബിയൂരെത്തി എന്നുള്ള ആ ഒരു ഉത്ബോധം വരും. അങ്ങനെ നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് എത്തി. കൊടിമരത്തിൻ്റെ അവിടുന്ന് വീണ്ടും ആ ശ്രീലകത്തേക്ക് ആ ഗജേന്ദ്രമോക്ഷം നൽകുന്ന ഗരുഡാരൂഢനായിട്ട് നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണി കണ്ണനെ ഒരു നോക്കവും കണ്ട് തൊഴാം. അങ്ങനെ വീണ്ടും ഫ്ലൈ ഓവറിൻ്റെ അപ്പുറത്ത് കൂടെ വന്ന് നേരെ ആ കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴാം. ഇനി അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് തൊഴുത് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് തൊഴുത് നേരെ ഒരു പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ് നടയിലേക്ക് വരാം. പടിഞ്ഞാറ് നടയിൽ വന്ന് ആ വേണുഗോപാലിനെ കാണാം. ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലും അതുപോലെ കൊടിമരത്തിൻ്റെ മുകളിലൊക്കെ ഉള്ള ആ ദീപം എല്ലാവരും കണ്ട് തൊഴുത്. അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജ എല്ലാവരും ഇതിൻ്റെ കൂടെ വന്ന് തൊഴുതു അങ്ങനെ സങ്കല്പിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം എല്ലാവർക്കും എത്തും. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ, മറ്റുള്ളവർക്ക് കൂടി എത്തട്ടെ.